ചിന്തയ്ക്കായി ദൈവത്തിന് സ്തോത്രം. യെശയ്യാവിന്റെ പുസ്തകം 32-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം. യഹോവയായ കർത്താവേ, നിന്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി. നിനക്ക് അസാധ്യമായതൊന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. ഈ പകൽക്കാലം പരിശുദ്ധാത്മാവിന് ദൈവജനത്തോട് പറയുവാനുള്ളത്, ദൈവത്തിന് സ്തോത്രം. നിന്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാ പറയുകയാ, യഹോവയായ കർത്താവേ, നിന്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി. നിനക്ക് അസാധ്യമായി ഒന്നുമില്ലെന്ന് വചനത്തിൽ എഴുതിയിരിക്കുമ്പോൾ ഈ പകൽക്കാലം ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിൽ നീ അസാധ്യമെന്ന് പറഞ്ഞുകൊണ്ട് നീ ഭാരപ്പെട്ട് ഞരങ്ങിയിരിക്കുന്ന വിഷയത്തിന്മേൽ ഈ പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവിന് പറയുവാനുള്ളത്, അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാ. നിനക്ക് അസാധ്യമായത് അതേ മനുഷ്യനാൽ അസാധ്യം, ദൈവത്താൽ സകലവും സാധ്യമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. സകല ജഡത്തിന്മേലും അധികാരമുള്ള നിന്റെ ദൈവമായ യഹോവയ്ക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഇന്ന് പകൽക്കാലം ആത്മാവ് പറയുകയാ, നിനക്ക് അസാധ്യമെന്നും നിനക്ക് ഭാരമൊന്നും, നിനക്ക് തരണം ചെയ്യുവാൻ കഴിയാത്ത പ്രതിസന്ധി എന്ന് പറഞ്ഞു നീ ഭാരപ്പെട്ട് ഞരങ്ങണ്ട. നിനക്കധികം പ്രയാസമുള്ള വിഷയം ഇന്ന് പകൽക്കാലം നീ നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ കൊടുക്ക. അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമെന്ന് ഞാൻ ദൈവാത്മാവിൽ ആലോചന കൈമാറുകയാ. ഈ പകൽക്കാലം ആത്മാവ് പറയുന്നു, നീ കേട്ടിട്ടില്ലേ, യഹോവ നിത്യ ദൈവമാ, അവൻ ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ച കർത്താവാ. അങ്ങനെയെങ്കിൽ നീ ഏത് വിഷയത്തിനാ ഭാരപ്പെടുന്നതോ, നീ ഏത് വിഷയത്തിനാ നീ ഉള്ളം കൊണ്ട് ഞരങ്ങുന്നതോ, അതരമനഘടക ശതുൽകമനകസി, ഇന്ന് പകൽക്കാലം യഹോവ നിന്റെ ഞരക്കത്തിന്റെ നിന്റെ കരച്ചിലിന്റെ ശബ്ദം കേട്ടോ അവൻ നിന്റെ അസാധ്യമായ വിഷയത്തിന് സാധ്യമാക്കി തരുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.